നല്ല അന്തരീക്ഷം. മണ്ണുത്തിയിലേക്ക് എത്തി. ഇനി ഇവിടുന്ന് നേരെ തൃശ്ശൂർ. കാട്ടുകാരെ കണ്ട പൂച്ചേറ്റും വേണ്ട. ഇപ്പോൾ അടി കിട്ടിയാലും നാണല്ലാന്നുകൊണ്ടില്ല. നല്ല വരുമാനമാകുന്നുണ്ട്. നല്ല വരുമാനമാകുന്നുണ്ട്. ഒരു ആദ്യം വരുമാന മാർഗം അവർക്ക് മനസ്സിലാക്കി. ഒരു പോവില്ല. പിന്നെ അടിച്ചോടിപ്പിച്ചിട്ട് കാര്യമില്ല. അവിടെ ഇവിടേക്കും തിരിഞ്ഞ് ജീപ്പുകാർ പോവും, അവർ വീണ്ടും കൂടും.
എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഒരു കൂടും. നമ്മുടെ മലയാളികളൊക്കെ അന്യം ദേശത്താ. അവനോട് പറയാം തെരഞ്ഞെടുത്ത അവള് വരില്ലേ, നീ അവളെ പോയില്ലാവും. അങ്ങനെ കരുതിരിക്കുന്ന ടീമുകളാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നുണ്ടല്ലോ ഇവരെല്ലാവരും ഒന്നാവും. നമ്മുടെ മലയാളികൾ ശരിക്കും മണ്ടന്മാരാ, ഒരു സംശയമില്ല. ഇവരെ എവിടേക്ക് ഓടിച്ചു വിടണവര് കേരളത്തിൽ നിന്ന് ഓടിപ്പിക്കണം, കേരളത്തിൽ നിന്ന് ഓടിപ്പിക്കണം. തട്ടുകടക്കാരെ വിളിച്ച മാതിരി ഇവിടെ അല്ലാതെ പണത്തി കിട്ടിയാൽ മതി. എന്താ ചെയ്യല്ലേ? ആ മൈൻഡാണ് നമ്മൾ ഇത് അത് മുതലെടുക്കണ. അവർക്ക് ശരിക്കുണ്ടല്ല, നമ്മുടെ മലയാളികളാണ് കള്ളശീലം പഠിപ്പിച്ചു കൊടുത്തത്. ഇവർക്ക് വരുമാന മാർഗം മനസ്സിലായി, പിന്നെ ഇവർ ഇവിടെ നിന്ന് പോകും. ഇപ്പോൾ ഞങ്ങൾക്ക് തൃശ്ശൂരാണ് കട, അവിടെ ഇതേപോലെ നിറഞ്ഞേക്കാം. ട്രാവൽസിന്റെ ഓഫീസിലാണ് മഴ ദാസിന്റെ വഴിക്ക് രാജാ സ്റ്റാച്ചിന്റെ അവിടെ ബിൽഡിംഗ് അവര് കള്ളടിച്ചിട്ടാവും ചെറുപ്പക്കാർ പിള്ളേരിന്. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ഉപ്പാന്റെ മുന്തിരി കല്ല് അവൻ പറഞ്ഞു बरं आमची गली വലിയ സിറ്റിക്കൊണ്ടിരിക്കുന്നത് ആ കളിക്ക് പോണ ഇത്രേ ഉള്ളൂ.
അല്ലല്ലേ കിട്ടിയ അപ്പലൊക്കെ ഒരു വീട്ടിൽ കയറ്റാൻ പറ്റിയിട്ടുള്ള ആളാളുടെ വീട്ടിൽ നിന്ന് പോയി ആ വിഷയ അല്ല ആണല്ല കുമ്മരോ എന്തിട്ടുണ്ടായതാ അറിയില്ല ഏത് അല്ല വേണം പോലീസ് വരെ വീഡിയോ അറിയാം കുട്ടികളെ വീട്ടിൽ പോകുന്നത് വേറെ കുട്ടികളെ വീഡിയോ എടുക്കില്ല എന്ന് പറയുന്നേ ഇതിലൊക്കെ പാത്രങ്ങളാ ഇവിടെയുള്ള നമ്മുടെ സമീപ പ്രദേശത്ത് പോയിട്ട് എല്ലാ പാത്രങ്ങളും തട്ടി അവിടെ കിട്ടും ഞാൻ പറയുന്ന ആൾക്ക് വീഡിയോ എടുക്കില്ല എന്ന് പറയുന്നേ ഇവിടെയുള്ളവരോട് പരിപാടി വീഡിയോ എടുക്കുന്ന തലവല്ലി ആ അപ്പൊ ഒറ്റ വീഡിയോ എടുക്കരുതെന്ന് പറയും ആ നമ്മളാൾക്കാരെ എന്നിട്ട് ഒരു ബൈക്കുകാരും വഴക്കായിട്ട് അയാളെ പൊട്ടുകൊടുത്തിട്ട് എന്റെ കടയിലുള്ളിരിക്കുകയും നീ ഒന്ന് ആലോചിച്ചിട്ട്
നമുക്ക് പേടി അറിയില്ല. ആര് അടി ബമ്പർ ഇറങ്ങിയ എങ്ങനെയാ നല്ല വരുമാനമല്ലേ നമ്മുടെ മലയാളികൾ തന്നെയല്ലേ വളം വെച്ച് കൊടുക്കുന്നത്. ആരെ അവരിങ്ങോട്ട് ആക്രമിക്കില്ല. ആ അല്ല കടക്കാർക്ക് അത് നോക്കിയിരിക്കാനും പറ്റില്ലല്ലോ. ആ ഇപ്പൊ അങ്ങനെയുണ്ടായി ഇന്ന്. അല്ല അങ്ങനെയല്ല ചെയ്യേണ്ടത്. അവിടെ നല്ല നായകോർണ പൊടി കൊണ്ടുവന്നതാ. കിട്ടില്ല. അല്ല ഇത് വേറെ കാര്യമുണ്ട്. ഇവര് കിടക്കണ നേരത്തെ അറിയാണ്ട് ആരെങ്കിലും അതിൽ പോകുമ്പോൾ പൊടി ഇട്ട് കൊടുത്താലും മതിയല്ലോ. അവിടെ ഒരു ലോറി കിടക്കണ്ടല്ല. ഇത് ശരിക്കും അതിഥി തൊഴിലാളികളല്ല, ഇത് ഭീകരവാദികളാണെന്നുണ്ട് കുറെ ആൾക്കാര്. ഇതിൽ വേറെ കാര്യമുണ്ട്. ഈ കൂടി നിൽക്കണേല് ഇവരുണ്ട്. ആ അവരറിയാണ്ട് നീങ്ങിയിട്ടുണ്ട്. അത് ചില നമ്മളെ കിട്ടണം. അല്ല ചെന്ന് ചോദിക്കാൻ മേടിക്കാൻ പോയിട്ടല്ല, കുഴപ്പമില്ല. അവന് നാലിനല്ല. ആ അതന്നെ വേണം അത്ര. അതല്ല കൊടുക്കണ്ട, അതിലും കൂടുതൽ കൊടുക്കണം. ചേച്ചി കച്ചവടം ചെയ്താൽ പോട്ടെ.
കുട്ടിയാവണേന് പോയി എടുത്തോണ്ട് വരുന്നുണ്ട്. അന്ന് അടിയുണ്ടാക്കിയവനൊക്കെ ഉണ്ട് ഇവിടെ, ഇതിലൊക്കെ ഉണ്ട്. പക്ഷെ അവന്റെ ഭാര്യ പറയുമ്പോ അവിടെ ടയർ പോലെ ഒരു ഭാര്യ ജീവിക്കാൻ പറ്റില്ല. 5-6 കൊണ്ടാവില്ല. അല്ല അവരെ കാര്യം കഴിഞ്ഞാൽ ഇവിടെ അടുത്തതിനെ പിടിക്കുക. അവരെ തന്നെ ഉണ്ടല്ലോ കൊറോണ. ആ അത് മണ്ണുത്തി ബൈപ്പാസിൽ നാടോടികൾ ടെൻ്റ് കെട്ടിയിട്ട് അവിടെ താമസിക്കുന്നുണ്ട്.